സിമാജിയാവോ തിങ്ങാനെ എങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അതിനുവേണ്ടി അവൻ അവളുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശരിക്കുള്ള ലുയോങ്ങിൻ്റെ കൺസോർട്ടുമാരെല്ലാം കൂടി അവർക്ക് ചുറ്റും കൂടുന്നു. തിങ്ങാൻ അവരെയൊക്കെ കണ്ട് ആകെ വണ്ടടിച്ച് പോകുന്നുണ്ട്. എല്ലാവരും ഇന്ന് എന്നെ ചൂസ് ചെയ്യുമെന്ന് ചോദിച്ച് അവളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഒരു ഫാൻ മീറ്റിങ്ങിന് വന്നതുപോലെയാണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത്. അവരെ ഒഴിവാക്കാൻ അവൾക്ക് നന്നായി പാടുപെടേണ്ടി വരുന്നുണ്ട്. അവൻ അവിടെയുള്ള ഒരു ട്രഷറിയിലേക്കായിരുന്നു അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെയുള്ളത് മാജിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണ്. അതിൽ നിന്ന് അവളുടെ പ്രൊട്ടക്ഷനെ സഹായിക്കുന്ന എന്തെങ്കിലും ആയുധം ഉണ്ടോ എന്ന് അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ ചൂസ് ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അക്കൂട്ടത്തിൽ ഒരു വലിയ മൂക്കുത്തി അവൻ കയ്യിലെടുത്തപ്പോൾ ഇത് ഏതോ കന്നാലിക്കിടുന്നതാണെന്നാണ് തോന്നുന്നത്, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ എതിർക്കുന്നുണ്ട്. പക്ഷേ അവനത് വകവയ്ക്കാതെ അവളുടെ മൂക്കിനടുത്തേക്ക് കൊണ്ടുപോയി അവൾക്കത് മാച്ച് ആവുമോ എന്നൊക്കെ വെച്ച് നോക്കുന്നു. അത് തിങ്ങനെ ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കുന്നു. എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വെറുതെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്, നീ അതൊന്നുകൂടി കൂട്ടുന്നതെന്ന് പറഞ്ഞ് അവളത് തട്ടി ദൂരെ അറിയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു നെക്ലസ് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെടുത്ത് കാണിച്ചപ്പോൾ തിങ്ങാനെ ശരിക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവൻ അതെടുത്ത് ദൂരേക്ക് എറിയുന്നുണ്ട്. അതോടെ തിങ്ങാനെ ആകെ കലിയേറി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. സിമാജിയോ പിന്നാലെ ചെന്ന് അവൾക്കൊരു മരുന്ന് നൽകിയിട്ട് അത് കഴിച്ചാൽ അവളുടെ മനസ്സ് ശാന്തമാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവളത് വാങ്ങി കഴിക്കുന്നു. എന്നിട്ട് മനസ്സ് ശാന്തമായതുപോലെ അഭിനയിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴും എന്നെ ചൂസ് ചെയ്യുമോ എന്ന് ചോദിച്ച് ആ കൺസോർട്ടുമാരെല്ലാം കൂടി അവളുടെ ചുറ്റും കൂടുന്നു. അവസാനം ദേഷ്യം വന്നിട്ട് ഞാൻ ഓൾറെഡി ഒരാളെ പിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വയ്യ എന്ന് ചോദിച്ച് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതോടെ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അവൾ ദേഷ്യപ്പെട്ട് പിണങ്ങി നിന്നിട്ടും സിമാജിയാവോ അവൾക്ക് പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും അവളുടെ പിണക്കം മാറ്റാനൊന്നും നിൽക്കാതെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അവൻ്റെ ആ പെരുമാറ്റം അവളെ ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവിടെ പെട്ടെന്ന് ഇടിമിന്നലുണ്ടാവുന്നു. അവൻ അത് പ്രതീക്ഷിച്ച് നിന്നതുപോലെ ആയിരുന്നു. മാസ്റ്റർ യുവാൻ ഈ സമയം സിമാജിയാവോ നേരത്തെ ഓർഡർ നൽകിയതനുസരിച്ച് ഷിയുടെ കൺട്രോളിലുള്ള സ്പിരിച്വൽ പീക്കുകൾ ഓരോന്നായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിമാജിയാവോ ആണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സിമാജിയാവോയെ പോലെ വേഷം ധരിച്ചായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത്. മാത്രമല്ല അവൻ പ്രയോഗിക്കുന്ന രീതിയിലുള്ള സ്പെല്ലുകളാണ് അദ്ദേഹം ഉപയോഗിച്ചതും. അങ്ങനെ സിമാജിയാവോയുടെ നിർദ്ദേശപ്രകാരം ആരോ ആണിത് ചെയ്യുന്നത് എന്ന് ഷെൻഷു ഷിയുടെ അടുത്തെത്തി റിപ്പോർട്ട് നൽകുന്നു. മാസ്റ്റർ യുവാൻ്റെ മകൻ മരിച്ചുവെന്ന് തങ്ങൾ കരുതിയത് തെറ്റാണ് എന്നുള്ള കാര്യവും ഷെൻഷു അറിയിക്കുന്നു. അതോടെ തങ്ങളെ ചതിക്കുന്ന ആ പാലസ് ഹെഡ് മാസ്റ്റർ യുവാൻ ആണോ എന്ന് ഷിക്ക് സംശയമാവുന്നു. കൂടുതൽ ആലോചിച്ചപ്പോൾ തൻ്റെ സംശയം ശരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട്. സിമാജിയാവോ രഹസ്യമായി യുവാൻ്റെ മകനെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന് നൽകി കാണും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം സിമാജിയാവോയെ സപ്പോർട്ട് ചെയ്തത് എന്നൊക്കെ ഷി ഊഹിച്ചെടുക്കുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് ഇപ്പോൾ പരിക്ക് പറ്റി വളരെ മോശം അവസ്ഥയിലാണല്ലോ. എന്നിട്ടും യുവാൻ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അത് ആത്മാർത്ഥമായ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഷി പറയുന്നു. എങ്കിൽ പിന്നെ അയാളെ അങ്ങ് കൊന്നു കളയട്ടെ എന്ന് ഷെൻഷു ചോദിക്കുന്നുണ്ട്. പക്ഷേ സിമാജിയാവോയെ കണ്ടെത്താൻ അയാളെ ഉപയോഗപ്പെടുത്താമെന്ന് ഷി നിർദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള വഴി അയാൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. സിമാജിയാവോ ഈ സമയം തിങ്ങാന് നേരത്തെ ഇഷ്ടപ്പെട്ട ആ നെക്ലസിലേക്ക് വേറെ കുറേ ഡിഫെൻസീവ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് യുവാൻ്റെ സീക്രട്ട് മെസ്സേജുമായി നിഞ്ചു അങ്ങോട്ടേക്ക് വന്നത്. തങ്ങൾ പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഷി ഉടനെ തന്നെ തങ്ങളുടെ ട്രാപ്പിലാവും എന്നായിരുന്നു യുവാൻ മെസ്സേജ് അയച്ചത്. സിമാജിയാവോ ആ നെക്ലസ് അങ്ങനെ റെഡിയാക്കുന്നത് കണ്ടപ്പോൾ അത് തിങ്ങാന് വേണ്ടിയാണ് എന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നു. അവൾ ഇപ്പോഴുള്ള കൾട്ടിവേഷൻ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എത്തിപ്പെടാനുള്ള ട്രിബുലേഷൻ അടുത്തിരിക്കുകയാണ്. ആ ട്രിബുലേഷൻ സംഭവിക്കുന്ന സമയത്ത് അവൾക്ക് 36 ഇടിമിന്നലേൽക്കേണ്ടി വരും. അതിനെ പ്രതിരോധിക്കാൻ അവൾക്ക് ശേഷിയില്ലെങ്കിലോ എന്ന് പേടിച്ച് സിമാജിയാവോ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആഭരണം അവളുടെ പ്രൊട്ടക്ഷൻ ആയുധമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിഞ്ചുവിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ തിങ്ങാൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവൾക്ക് ഈ 36 ഇടിമിന്നലുകളെ തരണം ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കുന്നത് എന്ന് അവൻ സംശയം ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഈ ട്രിബുലേഷൻ സംഭവിക്കുന്ന സമയത്ത് സിമാജിയാവോയ്ക്ക് അവളുടെ ഒപ്പം നിൽക്കാൻ സാധിക്കില്ല. കാരണം അവനെ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൻ കൂടെ ഉണ്ടെങ്കിൽ അവളുടെ പണിഷ്മെൻറ്റും കൂടും. അതുകൊണ്ട് സിമാജിയാവോ ആ ഭാഗത്തേക്ക് പോവാതെ തിങ്ങാനെ തനിച്ച് ഇത് നേരിടാൻ വിടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവൻ ഇങ്ങനെ ഒരു ആയുധം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ തിങ്ങാൻ ഉറക്കമുണർന്നപ്പോൾ അവളുടെ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അതിന് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ കുറേ പ്രൊട്ടക്ഷൻ ഷീൽഡുകൾ ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നു. അവനാണോ അത് ചെയ്തതെന്ന് അവൾ കൂടെ കിടപ്പുണ്ടായിരുന്ന സിമാജിയാവോയോട് ചോദിക്കുന്നു. ഇത്രയധികം പ്രൊട്ടക്ഷൻ്റെ ആവശ്യം എന്താണെന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എപ്പോഴും നിൻ്റെ കൂടെ നിന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഞാൻ കൂടെ ഇല്ലാത്ത സമയങ്ങളിൽ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുധം ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് അവൻ പറയുന്നു. ഇത്ര വലിയൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യം ഇപ്പോൾ തനിക്കുണ്ടെന്ന് തിങ്ങാൻ ഇപ്പോഴും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത കാലത്തൊന്നും എനിക്കിത് ഉപയോഗം വരില്ല എന്നവൾ പറയുന്നു.
പക്ഷേ നിനക്ക് ഇത് ഉടനെ തന്നെ വേണ്ടി വരുമെന്ന് അവൻ പറയുന്നുണ്ട്. എന്ത് അപകടമാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവൾ ചോദിച്ചെങ്കിലും അവൻ അതിനുത്തരം പറയാതെ സസ്പെൻസ് ഇട്ട് ഉറക്കം നടിച്ച് കിടക്കുന്നു. ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞ് അവൾ അവനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ മഴ പെയ്യാനും ഇടിമിന്നൽ ഉണ്ടാവാനും ഒക്കെ തുടങ്ങുന്നുണ്ട്. സാധാരണ ഇടിവെട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതലൊരു അസ്വസ്ഥത ഇത്തവണ തിങ്ങാൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിൻ്റെ കാരണം ചോദിച്ച് അവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളുടെ ശല്യം സഹിക്കവയ്യാതെ അവൻ എഴുന്നേറ്റിരുന്ന് എന്താണ് കാര്യമെന്ന് അവളോട് പറയുന്നുണ്ട്. താൻ ഉടനെ തന്നെ ട്രിബുലേഷൻ നേരിടാൻ പോവുകയാണ്, ഇങ്ങനെ ഇടിമിന്നൽ ഏൽക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിങ്ങാൻ ആകെ പേടിയാവുന്നു. ഈ ഇടിമിന്നലേറ്റ് ഞാൻ മരിച്ചു പോകുമോ, ആദ്യമായിട്ടായിരിക്കുമോ ഏതെങ്കിലും ഒരു കൾട്ടിവേറ്റർ ഇങ്ങനെ ഒരവസ്ഥയിൽ മരിക്കുന്നത് എന്നൊക്കെ അവൾ ആശങ്കയോടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സമ്മതമില്ലാതെ നിന്നെ ഞാൻ മരിക്കാൻ അനുവദിക്കില്ലെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ച് അവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ഈ ട്രിബുലേഷൻ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, അതുകൊണ്ട് തൽക്കാലം എന്നെ ഇതിന് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് അവൾ അവൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും അവൻ വേഗം എഴുന്നേറ്റ് നിന്ന് അവളെ പൊക്കിയെടുത്തുകൊണ്ട് ഈ ട്രിബുലേഷൻ ഫേസ് ചെയ്യാനായി പോകുന്നു. ആ സിറ്റിയിൽ തന്നെയുള്ള തണ്ടർ വാലിയിലേക്കാണ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് പോയത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവൻ തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മുമ്പ് സിമ വംശക്കാരുടെ കൺട്രോളിലായിരുന്ന സ്ഥലമാണ്, പക്ഷേ ഇപ്പോൾ ഷിയുടെ കൺട്രോളിലാണത്. അതുകൊണ്ടാണ് ലുയോങ്ങിൻ്റെ രൂപത്തിലേക്ക് ഇപ്പോൾ അവൻ അവളെ മാറ്റേണ്ടി വന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ തണ്ടർ വാലിയിൽ ട്രിബുലേഷൻ സമയത്ത് അവൾക്ക് എതിർപ്പുകളൊന്നുമില്ലാതെ എത്താൻ സാധിക്കുമല്ലോ. സേഫായിട്ട് ട്രിബുലേഷൻ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു സ്ഥലമാണത്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിങ്ങാൻ കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. ട്രിബുലേഷൻ സക്സസ് ആയി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അവൾക്കൊരു കോൺഫിഡൻസ് വരുന്നു. അപ്പോഴാണ് ഇനി അകത്തേക്ക് ഞാൻ വരുന്നില്ല, നീ തനിച്ച് തന്നെ പോയാൽ മതിയെന്ന് അവൻ പറഞ്ഞത്. നല്ല പേടിയുണ്ടെങ്കിലും അവൻ പിന്നാലെ വരുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ അവൾ തനിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ സിമാജിയാവോ അവൻ നിന്ന സ്ഥലത്തുണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അവൻ അകത്തേക്ക് വരില്ല എന്ന് അതോടെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തനിച്ച് തന്നെ അവൾ അകത്തേക്ക് പോകുന്നു. ട്രിബുലേഷൻ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ആ സ്ഥലത്ത് പോയി അവൾ അതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ തണ്ടർ വാലിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മിന്നൽ ശക്തമായി തൻ്റെ ശരീരത്തിൽ ഏൽക്കില്ല. മാത്രമല്ല സിമാജിയാവോ നൽകിയിരിക്കുന്ന ആ പ്രൊട്ടക്ഷൻ മാലയും അവളുടെ കഴുത്തിൽ കിടപ്പുണ്ടല്ലോ, അതിൻ്റെ പ്രൊട്ടക്ഷനും തൻ്റെ കൾട്ടിവേഷനും ഒക്കെ കൂടി ആവുമ്പോൾ എന്തായാലും ഈ 36 മിന്നലുകൾ തനിക്ക് തരണം ചെയ്യാൻ പറ്റും എന്ന് തന്നെ അവൾ പ്രതീക്ഷിക്കുന്നു. അധികം വൈകാതെ ആ ട്രിബുലേഷനായിട്ടുള്ള മിന്നലുകൾ ആരംഭിക്കുന്നു. ആദ്യമൊക്കെ പേടിച്ചിരിക്കുന്നുണ്ടെങ്കിലും സിമാജിയാവോ നൽകിയ മാലയുടെ പ്രൊട്ടക്ഷൻ കാരണം അവൾക്ക് കുഴപ്പമൊന്നും പറ്റുന്നില്ല. പിന്നെ ധൈര്യം സംഭരിച്ച് അവൾ തിരിച്ച് തൻ്റെ കൾട്ടിവേഷൻ ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങുന്നു. എന്തായാലും എല്ലാം കൂടി വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ 36 മിന്നലുകൾ അവൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു എന്ന് കരുതി അവൾ ആശ്വസിച്ചതാണ്. അപ്പോഴാണ് വീണ്ടും മിന്നൽ ഉണ്ടാവാൻ തുടങ്ങുന്നത്. അതോടെ 36 എണ്ണമല്ല 81 എണ്ണമായിരിക്കണം താൻ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ഊഹിക്കുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നത് ഒരാൾ ഇമ്മോർട്ടലായി മാറുന്ന സമയത്താണ്. ഇങ്ങനെ താഴത്തെ ലെവലിലുള്ള തനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഫേസ് ചെയ്യേണ്ടി വരുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത വിധമാവുന്നു. സിമാജിയാവോയുടെ മാലയുടെ പ്രൊട്ടക്ഷൻ കൊണ്ടാണ് ഇപ്പോഴും അവൾ സേഫ് ആയിരിക്കുന്നത്. പക്ഷേ ഇനി അധിക സമയം അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. അവൻ വലിയ പ്രതീക്ഷയോടെയാണല്ലോ തന്നെ ഇവിടെ കൊണ്ടാക്കിയത്. അതുകൊണ്ട് അവനെ നിരാശപ്പെടുത്തരുതെന്ന് കരുതി അവൾ ഉള്ള എനർജി എല്ലാം കൂടി ഉപയോഗിച്ച് പറ്റാവുന്ന വിധത്തിൽ വീണ്ടും അതിനെ എതിർക്കാൻ തുടങ്ങുന്നു. പക്ഷേ അധിക സമയം അവൾക്കതിന് സാധിക്കുന്നില്ല. അവൾ ആകെ തളർന്ന് വീണ് പോകുന്നുണ്ട്. ഇനി രക്ഷയില്ലെന്ന് അവൾ കരുതിയതാണ്. അപ്പോഴാണ് സിമാജിയാവോ അവളുടെ പ്രൊട്ടക്ഷനായി അവിടെ എത്തി. അവൻ തന്നെ നേരിട്ട് ഈ മിന്നലിനെതിരായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. തിങ്ങാൻ ആകെ ടച്ചിങ് ആയി എന്ന് പറയണ്ടല്ലോ, നിനക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല, ധൈര്യമായിരിക്കാൻ അവനിടയ്ക്ക് അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി ഈ മിന്നലിനോട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ബ്ലഡൊക്കെ വോമിറ്റ് ചെയ്ത് അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാവുന്നു. എന്നിട്ടും അവൻ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മിന്നലുകൾ കൂടി കഴിഞ്ഞപ്പോൾ അവൻ ആകെ തളർന്ന് താഴേക്ക് വീഴുന്നു. അപ്പോഴും അവൻ പറ്റാവുന്നതുപോലെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിങ്ങാൻ ഇതൊക്കെ കണ്ട് ആകെ വിഷമിക്കുന്നുണ്ടെങ്കിലും അവളും അവൻ്റെ ഒപ്പം എഴുന്നേറ്റ് നിന്ന് മിന്നലിനെതിരായി ഫൈറ്റ് ചെയ്യുന്നു. എന്തായാലും രണ്ടുപേരും കൂടി അതിനെ സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിക്കുന്നു. അങ്ങനെ തിങ്ങാൻ്റെ ആ ട്രിബുലേഷൻ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നെഞ്ചിടിപ്പ് ഇപ്പോൾ വല്ലാതെ കൂടിയിരിക്കുന്നു. ഈ ട്രിബുലേഷൻ പൂർത്തിയായത് കൊണ്ടാണോ അതോ നീ കാരണമാണോ എന്ന് എനിക്കറിയില്ല എന്ന് തിങ്ങാൻ അവനോട് പറയുന്നുണ്ട്. സിമാജിയാവോയ്ക്ക് അത് കേട്ടപ്പോൾ ചിരി വരുന്നു. അവൻ അവളുടെ മുഖത്ത് തലോടുന്നു. പക്ഷേ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡ് അവളുടെ മുഖത്തൊക്കെ പറ്റുന്നുണ്ട്. അവൾ പറഞ്ഞതിനെ തമാശയാക്കി കളയുന്ന രീതിയിലായിരുന്നു അവനത് ചെയ്തത്. നിൻ്റെ അടുത്ത് ചെറുതായിട്ട് പോലും റൊമാൻസ് പറ്റില്ല എന്ന് തിങ്ങാൻ ചോദിച്ചപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിക്കുന്നു. ആപത്തൊന്നും കൂടാതെ ഇത് തരണം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസമായിരുന്നു തിങ്ങാൻ. കുറച്ച് കഴിഞ്ഞ് മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞപ്പോൾ അവൾ അവൻ്റെ കയ്യിലെ ബ്ലഡൊക്കെ തുടച്ചു കളയുന്നു.
ഇവിടെ നടന്ന ഈ ബഹളമൊക്കെ മറ്റാരെങ്കിലും ശ്രദ്ധിക്കില്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് പുറം ലോകത്ത് അറിയുകയില്ല. ആ രീതിയിലാണ് ഈ തണ്ടർവാലി ഉള്ളത് എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നതെന്നും അവൻ പറയുന്നുണ്ട്. തിങ്ങാൻ ഇതിനിടയിൽ അവൻ്റെ കയ്യിലെ മുറിവിൽ ഒരു തുണി വെച്ച് ബാൻഡേജ് ചുറ്റുന്നത് പോലെ കെട്ടിവെക്കുന്നുണ്ട്. പക്ഷേ അവനത് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവനത് അഴിച്ചു കളയാൻ തുടങ്ങുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും അതിങ്ങനെ വെച്ചാലേ മുറിവ് ഉണങ്ങുകയുള്ളൂ. ഞാൻ എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് കെട്ടിയതല്ലേ, അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഇത് വെച്ചേക്കാൻ പറഞ്ഞ് അവൾ കുറേ നിർബന്ധം പിടിച്ചപ്പോൾ അവനത് സമ്മതിക്കുന്നു. അവൻ്റെ കൾട്ടിവേഷൻ ലെവൽ വെച്ച് അത് എപ്പോഴേ ഭേദമാവേണ്ടതാണ്. പക്ഷേ അവൻ്റെ ആരോഗ്യം വളരെ മോശമായതുകൊണ്ടും അവൻ്റെ ആ സ്പിരിറ്റ് ഫാനിൻ്റെ എഫക്റ്റ് കൊണ്ടുമാണ് അവൻ്റെ മുറിവ് ഇങ്ങനെ ഉണങ്ങാതിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ അവൾ വിഷമത്തോടെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ചിന്ത കേൾക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവനത് കേൾക്കുന്നു. നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നീ മരിക്കുന്നതിന് മുമ്പേ ഞാൻ മരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. അവൻ്റെ ആ ഫ്ലെയിം ഫ്ലവറിൻ്റേത് പോലെ നല്ലൊരു മണം എപ്പോഴും അവനുണ്ട്. ഈ മണം എനിക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അവൻ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ അവൻ മുൻകൂട്ടി കണ്ടിരുന്നോ എന്ന് അവൾ അന്വേഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇങ്ങനെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മാലയൊക്കെ അവൻ റെഡിയാക്കിയത്. മാത്രമല്ല ഈ സിറ്റിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് വന്നതും. സിമാ വംശക്കാരെ ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ മരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെ സ്മെൽ നിൻ്റെ ശരീരത്തിലുള്ളതുകൊണ്ടാണ് നിനക്ക് ഇത്ര ശക്തമായ ഒരു ട്രിബുലേഷൻ നേരിടേണ്ടി വന്നത്. ഇത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാതെ ട്രിബുലേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാറി നിന്നത് എന്നൊക്കെ അവൻ അവളോട് പറയുന്നു. തിങ്ങാന് ഇത് കേട്ടപ്പോൾ ശരിക്കും വിഷമമാവുന്നു. അവൻ വെറുക്കപ്പെടേണ്ടവനാണെന്ന് അവളിപ്പോൾ ചിന്തിക്കുന്നില്ലല്ലോ. ദൈവത്തിന് പോലും ന്യായവും അന്യായവും ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ ആയോ എന്ന് അവൾ വിഷമത്തോടെ പറയുന്നുണ്ട്. എന്തായാലും ഇനി പെട്ടെന്ന് കൾട്ടിവേഷൻ ലെവൽ കൂടാതെ നോക്കണം. ഇങ്ങനെയൊരു മിന്നൽ പരീക്ഷണം അടുത്ത കാലത്തൊന്നും നേടാൻ തനിക്ക് കഴിയില്ല എന്നവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു പോകുന്നു. മാസ്റ്റർ യുവാനാണ് സിമാജിയാവോയുടെ സ്പൈ എന്ന് ഷീക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നല്ലോ. ആ വിവരം അറിയാതെ യുവാൻ സിമാജിയാവോ പറഞ്ഞതുപോലെ പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഷീയുടെ അടുത്തെത്തി അയാൾ തന്നെ നശിപ്പിച്ച ആ സ്പിരിച്വൽ മൗണ്ടനുകളുടെ വിഷൻസൊക്കെ ഷീക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ആരാണ് എന്ന് നശിപ്പിക്കുന്നതെന്ന് വ്യക്തമാവാത്ത വിധത്തിലായിരുന്നു അതിലെ ദൃശ്യങ്ങളുണ്ടായത്. അതായത് ഡാമേജായ CCTVയുടെ മെമ്മറി കാർഡ് പോലെ. എന്തായാലും ഇതിനൊക്കെ പിന്നിൽ സിമാജിയാവോ തന്നെ ആയിരിക്കുമെന്ന് ഷീ ഉറപ്പിക്കുന്നു. അയാൾക്കിപ്പോൾ സത്യം അറിയാവുന്നതുകൊണ്ട് അയാൾ യുവാൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. യുവാനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്പിരിറ്റ് ഫയർ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയുള്ള വൂഫങ് മൗണ്ടനിലാണ് എന്ന ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കാവലിന് കൂടുതൽ ആൾക്കാരെ ഏർപ്പെടുത്താനും അതേപോലെ തന്നെ അവിടുത്തെ പ്രൊട്ടക്ഷന് യുവാൻ തന്നെ നേതൃത്വം നൽകി ഉണ്ടായിരിക്കാനും ഒക്കെ ഷീ ഓർഡർ നൽകുന്നു. മാസ്റ്റർ യുവാൻ അത് സമ്മതിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ശരിക്കും രണ്ടാമത്തെ സ്പിരിറ്റ് ഫയർ ഷീ സൂക്ഷിച്ചിരിക്കുന്നത് തിയാൻവൈ എന്ന വേറൊരു മൗണ്ടനിലാണ്. അവിടെ പ്രൊട്ടക്ഷനായിട്ട് ഷെൻഷുവിനോട് അങ്ങോട്ടേക്ക് പോവാൻ ഷീ ഓർഡർ നൽകുന്നു. ഈ വൂഫങ് മൗണ്ടനിലാണ് സ്പിരിറ്റ് ഫയർ ഉള്ളത് എന്ന് എന്തായാലും മാസ്റ്റർ യുവാൻ സിമാജിയാവോയ്ക്ക് ഇൻഫർമേഷൻ നൽകുമല്ലോ. അങ്ങനെ സിമാജിയാവോ അതെടുക്കാനായി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് അവനെ പിടികൂടാനാണ് ഷീയുടെ പ്ലാൻ. അതിനുവേണ്ടി ഷീ നേരിട്ട് വേറെ കുറേ ആൾക്കാരുമായി ഈ വൂഫങ് മൗണ്ടനിലേക്ക് പോകാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. സിമാജിയാവോയെ പിടികൂടി അവൻ്റെ ബ്ലഡ് ഉപയോഗിച്ച് രണ്ടാമത്തെ സ്പിരിറ്റ് ഫയർ അയാളുടെ ശരീരത്തിലേക്ക് മെർജ് ചെയ്ത് അവനെപ്പോലെ ശക്തനാവാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളെല്ലാം തങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കും എന്നൊക്കെ അയാൾ ഷെൻഷുവിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് റൂളിംഗ് അവരെ കാണാനായി അങ്ങോട്ടേക്ക് വന്നത്. ഷെൻഷുവിനെ പറഞ്ഞയച്ചിട്ട് ഷീ റൂളിങ്ങുമായി സംസാരിക്കുന്നു. സിമാജിയാവോയെ കൊല്ലാനായി നല്ലൊരവസരം വന്നിരിക്കുകയാണ്. മുമ്പത്തെ പോലെ അവളുടെ സപ്പോർട്ട് ഇത്തവണയും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് അവളും കൂടി നാളെ തനിക്കൊപ്പം വരാൻ ഷീ അവളോട് പറയുന്നു. അവളത് സമ്മതിക്കുന്നുണ്ട്. മാസ്റ്റർ യുവാൻ തനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ സിമാജിയാവോയ്ക്ക് സീക്രട്ട് മെസ്സേജായി അയക്കുന്നു. നിഞ്ചു ഈ മെസ്സേജ് അവൻ്റെ അടുത്ത് എത്തിച്ചപ്പോഴേക്കും തിങ്ങാനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവളും ഇതിനെപ്പറ്റി അറിയുന്നു. പിന്നീട് അവളോട് അവർക്ക് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. മറ്റേ സ്പിരിറ്റ് ഫയർ അന്വേഷിച്ച് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ അവളും അവർക്കൊപ്പം ചെല്ലാൻ നിർബന്ധം പിടിക്കുന്നു. സിമാജിയാവോ ആദ്യം എതിർക്കുന്നുണ്ടെങ്കിലും അവനിങ്ങനെ തനിച്ചു പോയാൽ തനിക്കിവിടെ സമാധാനത്തെ ഇരിക്കാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ വന്നോളാൻ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി പുറപ്പെടുന്നുണ്ട്.